So hello സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് നമ്മൾ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനുവൽ ക്യാമറ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസിനൊക്കെ താഴെ ഞാൻ പറഞ്ഞിരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് പ്രോ എന്ന് പറയുന്ന ഒരു പെയ്ഡ് മാനുവൽ ക്യാമറ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യും ഫിലിമിക് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഫ്രീ ആയിട്ടും അതിൻ്റെ പെയ്ഡ് വേർഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് പറയും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒരു അടിപൊളി മാനുവൽ ക്യാമറ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. നിങ്ങൾ എന്തായാലും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഹരിക്കുട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒരു മാനുവൽ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ഡിറക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ അവസാനം വരെ കാണാം. നമുക്കിനി എന്തായാലും മൊബൈലിലോട്ട് പോയിട്ട് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ആവും. അതിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ നമുക്ക് വീഡിയോ മോഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ സെറ്റിങ്സ് ആണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മളതിനായിട്ട് നമ്മുടെ ടോപ്പ് ലെഫ്റ്റിലുള്ള സെറ്റിങ്സ് ബാർ നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഫേസിനായിരിക്കും. ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് ഫോക്കസ് പോകും. അതിനിടയിൽ നമുക്ക് ടൈമർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ടൈമർ നിങ്ങൾക്ക് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അതെന്താ നിങ്ങൾക്ക് എന്തായാലും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനിടയിലോട്ട് പോയിക്കാൻ നിങ്ങൾക്ക് മോർ ക്യാമറ കൺട്രോൾസ് എന്ന് പറയുന്നത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കിതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങൾക്ക് വോളിയം കേസ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ടൈമർ വയ്ക്കാം, ഷട്ടറിൻ്റെ സൗണ്ട് എനേബിൾ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന അടിയിൽ ഫോട്ടോ ആൻഡ് വീഡിയോ സെറ്റിങ്സ് എന്ന് പറയുന്ന ആ ഒരു ടാബിന് താഴെ നമുക്ക് ഫോട്ടോ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം എടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് എന്തായാലും 4:3 എന്ന് പറയുന്ന റേഷ്യോ തന്നെയായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 12 മെഗാ പിക്സലാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മളത് അങ്ങനെ തന്നെ വെച്ചു. അതിന് താഴെ നമുക്ക് ഇമേജ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. അതിന് താഴെ നമുക്ക് ഇമേജ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഫോർമാറ്റാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. JPEG വരുന്നുണ്ട്, WebP എന്ന് പറയുന്നൊരു ഫോർമാറ്റ് വരുന്നുണ്ട്, പിന്നെ PNG എന്ന് പറയുന്നൊരു ഫോർമാറ്റ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിന് താഴെ HDR മോഡിലോട്ട് എല്ലാ ഇമേജും ആക്കണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ HDR ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ഇമേജ് ഒരേ സമയം എടുത്തുകൊണ്ട് അത് കമ്പൈൻ ചെയ്തിട്ട് ഏറ്റവും നല്ല റിസൾട്ടാണ് നമുക്ക് ഈ ഒരു മോഡിൽ കിട്ടുന്നത്. പക്ഷേ നമ്മൾ HDR മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ഫോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ HDR മോഡ് എനേബിൾ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. നമ്മൾ വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രണ്ട് ക്യാമറ മിറർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ സെൽഫി എടുക്കുന്ന സമയത്ത് ചില ക്യാമറകൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ മിറർ ചെയ്തിട്ടാണ് കിട്ടുന്നത്, ചിലയിൽ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിററിങ് നിങ്ങൾക്ക് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഓൺ ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് വീഡിയോ സെറ്റിങ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സെറ്റിങ്സ് നമ്മൾ റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ റെസൊല്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. HD, Full HD, SD എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് താഴെ നമുക്ക് എനേബിൾ ഡിജിറ്റൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നമ്മുടെ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ OIS അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ നമുക്ക് വീഡിയോ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യാറ് MPEG-4 H.264 എന്ന് പറയുന്ന ഒരു കൊടക്കലാണ് ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാറ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ. അത് കാരണം നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇവിടെ ക്യാമറ API എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ക്യാമറ API എന്നും ക്യാമറ ടു API എന്ന് പറയുന്ന 2 ഓപ്ഷൻസാണ് വരുന്നത്. ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് ഫുൾ കൺട്രോൾ കിട്ടാന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒറിജിനൽ ക്യാമറ APIയിൽ ഇട്ടിട്ട് ഇതിൽ ക്യാമറ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ
ഇതിന് താഴെയായിട്ട് നമുക്കിവിടെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സെറ്റിങ്സ് വരുന്നുണ്ട്. നമ്മളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇവിടെ എക്സ്പോഷർ കോമ്പൻസേഷൻ കൂട്ടാനും കുറയ്ക്കാനും മാത്രമുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് മാനുവലി ISO കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് എനേബിൾ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ പോയിട്ട് നമ്മുടെ ക്യാമറ ടു API എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്പോഷർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്, മാനുവൽ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ മാനുവൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ISO കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് ഫുൾ കൺട്രോൾ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി. അപ്പർച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് നമുക്ക് ഫിക്സ്ഡ് അപ്പർച്ചർ ആയിരിക്കും. ഇവിടെ നമുക്ക് ISOയും ഷട്ടർ സ്പീഡും കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന് നമുക്ക് പ്രോപ്പർലി എക്സ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളപ്പോൾ സെറ്റിങ്സ് കഴിഞ്ഞ് നമ്മൾ അടിയിലോട്ട് പോയി നമുക്ക് ഇവിടെ കുറച്ച് മോഡുകൾ വരുന്നുണ്ട്. നമുക്കിവിടെ ആദ്യത്തെ മോഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓട്ടോ മോഡാണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് ഒരു മാക്രോ മോഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് മാക്രോ ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ എന്തെങ്കിലും മാക്രോ ക്യാമറ ഇല്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ടാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഫോക്കസ് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവിടെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ ഐക്കൺ വരും. അതായത് നമ്മുടെ ഫോക്കസ് ഇപ്പോൾ കറക്റ്റ് അതിലോട്ട് ലോക്ക് ചെയ്യാൻ നമ്മൾ ക്യാമറ ചെറുതായിട്ട് മൂവ് ചെയ്താലും നമ്മുടെ ഫോക്കസ് ആ ഒരു സബ്ജക്റ്റിൽ തന്നെയായിരിക്കും. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി ഫോക്കസിലിട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ഫ്രെയിമിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഫോക്കസ്ഡിലായിരിക്കും. അതിനപ്പുറത്ത് വരുന്നത് നമുക്ക് ഫോക്കസ് മാനുവലാണ്. നമ്മളിപ്പോൾ നമുക്ക് അടിയിലായിട്ട് ഒരു സ്ലൈഡർ കാണാനായിട്ട് പറ്റും. നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ലെൻസിൻ്റെ ഈ ഒരു അറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ബ്ലറായിട്ട് പോകുന്നവർക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതേപോലെ നമ്മുടെ DSLR ക്യാമറകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ മാനുവലി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഫോക്കസ് കണ്ടിന്യൂസ് പിക്ചറാണ്. അതായത് നമുക്കിത് ഒരു സബ്ജക്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ബേസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഇത് ഉപകാരപ്പെടും. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ റെസൊല്യൂഷൻ വരുന്നുണ്ട്. നമുക്ക് ഗ്രിഡ് എനേബിൾ ആണ്, നമുക്ക് ഗ്രിഡ് എനേബിൾ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. വൈറ്റ് ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബാലൻസ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് പ്രീസെറ്റ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ബാലൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു കംപ്ലീറ്റ് വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് സീൻ മോഡ് എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പ്രിസെറ്റുകളായിട്ട് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും സീൻ മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് കളർ എഫക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് എക്സ്പോഷർ ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമ്മുടെ എക്സ്പോഷർ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്പോഷർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാലും നമുക്ക് നമ്മുടെ ലൈറ്റ് മാറിയാലും നമ്മുടെ സബ്ജക്റ്റ് എപ്പോഴും ആ ഒരു കറക്റ്റ് എക്സ്പോഷറിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. നമ്മൾ പിന്നെ വീഡിയോ മോഡിലോട്ട് പോയാലും നമുക്ക് ഏകദേശം ഈ സെയിം സെറ്റിങ്സ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ISO, ഷട്ടർ സ്പീഡ്, അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് അടിയിൽ കിടക്കുന്നുണ്ട്. നമ്മളിവിടെ സെറ്റിങ്സ് എടുത്താൽ നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ്, സീൻ മോഡ്, കളർ എഫക്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.